ഹലോ കുട്ടിക്കാരെ, വെൽക്കം ബാക്ക് ടു ലവ്ലി ഡ്രാമ സ്റ്റോറീസ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഡ്രാമ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് എ റിവർ റൺസ് ത്രൂ ഇറ്റ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ഡ്രാമയാണ്. അപ്പോൾ അധികം ഞാൻ വലിച്ചു നീട്ടണില്ല, നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. ഒന്നാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണുന്നത് ഒരു ചെറിയൊരു വില്ലേജാണ്. അവിടെ എല്ലാവരും അവരുടെ ജോലികൾ ചെയ്യുന്നു. അവിടെ നമ്മുടെ കഥാനായികയായ ഷോൻഷെ ബുക്കൊക്കെ പിടിച്ച് അവൾ പുതിയ സ്ഥലത്തോട്ട് വീട് മാറി വന്നേക്കും. ഷോൻഷെ എന്ന് വിളിക്കാൻ പാടായതുകൊണ്ട് അവളെ നമുക്ക് ഷാ എന്ന് വിളിക്കാം. ഷാ എല്ലാ കാഴ്ചകളും കണ്ട് പുതിയ ഗ്രാമത്തിലോട്ട് വന്നേക്കാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അവൾ സൂക്ഷ്മമായാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴായിരിക്കും അവളുടെ അമ്മയും മനിയനും പുതിയ നെയ്ബറായിട്ട് സംസാരിച്ചിരിക്കുന്നത് കാണുന്നത്. അവൾ അമ്മ കാണാതെ പോയിട്ടും അമ്മ അവളെ കണ്ടുപിടിച്ചു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, നീ എന്താ ശ്രദ്ധിക്കാതെ പോകുന്നത്? ബുക്കൊക്കെ താഴെ വീണ കണ്ടില്ലേ, ശ്രദ്ധിച്ചു പോകുന്നു പറഞ്ഞ് അമ്മ അവളെ വഴക്ക് പറയുന്നു. അടുത്തുണ്ടായ നെയ്ബർ, ഇതാണ് നിങ്ങളുടെ മകളെന്ന് ചോദിച്ചപ്പോൾ അമ്മ അതേ എന്ന് പറയുന്നു. അമ്മ ഷാനോട് പറയും, ഇതാണ് ആൻറ്റി ലിങ്, നമ്മുടെ പുതിയ നെയ്ബറാണെന്ന്. ആൻറ്റി ലിങ് ഷാ എവിടെ പഠിക്കുന്നതെന്ന് അമ്മനോട് ചോദിക്കും. അമ്മയാണെങ്കിൽ നമ്പർ 1 സ്കൂൾ ജാങ്ഷാങ്ങിലാണെന്ന് പറയും. ഓ, അവിടെയാണോ? എൻ്റെ മോനും അവിടെ പഠിക്കണേ, ഇനി തൊട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാം. ആൻറ്റി ലിങ്ങും അമ്മയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷായുടെ അച്ഛൻ അമ്മനെ വിളിച്ചിട്ട് ഇവിടെ പണിയുണ്ട്, ഇങ്ങോട്ട് വരാൻ പറയും. അമ്മയാണെങ്കിൽ ആൻറ്റി ലിങ്ങിനോട് പിന്നെ കാണാമെന്ന് പറഞ്ഞ് പോവും. അവരെല്ലാവരും കൂടെ വീട്ടിലെ സാധനങ്ങളിൽ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാ അവളുടെ പണ്ടത്തെ സ്കൂളിലത്തെ ഫ്രെയിം നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ ഫ്രെയിം അവൾ അവളുടെ ടേബിളിൽ വെച്ചിട്ട് അമ്മ അരി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവൾ അരിയും പൊക്കിക്കൊണ്ട് അടുക്കളയിലോട്ട് ചെല്ലും. അവൾ അരിച്ചാക്കും പൊക്കി പിടിച്ചുകൊണ്ട് ടേബിളിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെക്കും. ഷാ അമ്മനെ വിളിക്കും. അമ്മേ, എനിക്ക് പുതിയ യൂണിഫോം വേണമായിരുന്നു. ഞാനിപ്പോൾ പുതിയ സ്കൂളിലോട്ടല്ലേ പോകുന്നത്. നീ എന്തിനാ പുതിയ യൂണിഫോം അയക്കണ? നിനക്ക് ഓൾറെഡി ഉണ്ടല്ലോ, അതിട്ട് പോയാൽ മതിയില്ലേ? അപ്പോൾ ജാഷിന് പുതിയ യൂണിഫോം വാങ്ങിച്ചു കൊടുത്തല്ല. എൻ്റെ യൂണിഫോം പഴയതായില്ല അമ്മേ, എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു തന്നൂടെ? അതുമാത്രമല്ല, ഈ സ്കൂളിലത്തെ യൂണിഫോം എൻ്റെ യൂണിഫോം നല്ല വ്യത്യാസമുണ്ടമ്മേ. ജാഷ് കുഞ്ഞല്ലേ, അതുകൊണ്ട് അവന് വാങ്ങിച്ചു കൊടുക്കണം. ഇനി നിനക്ക് വാങ്ങിക്കാൻ പോയ എൻ്റെ 100 രൂപ പോവും. ഇതൊക്കെ കേട്ട് ഷായുടെ അച്ഛൻ അവൾക്കൊരെണ്ണം വാങ്ങിച്ചു കൊടുത്താലോ എന്ന് പറയും അമ്മനോട്. മനുഷ്യ, താൻ ആദ്യം പോയി റൈസ് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വാ. അച്ഛനൊന്നും പറയാതെ റൈസ് കേക്ക് വാങ്ങിക്കാൻ പോകും. അവിടെ നിന്ന് കട്ട് ചെയ്ത് കുറച്ച് ചെക്കന്മാർ സൈക്കിൾ ഓടിച്ച് പോണതാണ് കാണിക്കണത്. അവന്മാരാണെങ്കിൽ വേറൊരു ചെക്കനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കണേണ്. ആ ചേസ് ചെയ്യണവനാണ് ചങ്ലിങ്. ഇവരുടെ കൂടെ തന്നെ വേറൊരുത്തനുമുണ്ട്. അവൻ കുറച്ചും കൂടി പൊക്കമുള്ള സ്ഥലത്തിൽ കൂടിയാണ് സൈക്കിൾ ഓടിച്ച് വന്നത്. അവൻ പെട്ടെന്ന് താഴോട്ട് വന്നിട്ട് അവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. ഈ വന്നത് വേറെ ആരുമല്ല, നമ്മുടെ കഥാനായകനായ ലൂഷിയാണ്. കഥാനായകനും ഫ്രണ്ട്സും കൂടി ചങ്ലിങ്ങിൽ ഇട്ട് ബുള്ളി ചെയ്യാൻ നോക്കണേണ്. ഇന്നെന്താടാ നീ അത്രക്ക് ഫാസ്റ്റ് ഒന്നും ആയിരുന്നില്ലല്ലോ. ഓ, നിനക്കിന്ന് കപ്പും കിട്ടിയോ? ഓ, കൊള്ളാലോ. നിങ്ങൾക്കറിയോ, വെക്കേഷൻ ആയാലും ഇവൻ കുറേ പ്രൈസ് വാങ്ങിച്ചു കൂട്ടും. ക്ലാസ്സിലത്തെ ടോപ്പ് സ്റ്റുഡൻ്റ് അല്ലേ ഇവൻ. നമുക്കിന്ന് ഇവനെ തീർത്താലോ? അതെ, നിങ്ങൾക്ക് കപ്പ് വേണമെങ്കിൽ നിങ്ങൾ അതിനെ ഏൺ ചെയ്യണം, അല്ലാതെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കരുത്. നീ ആരാണെന്ന് നിൻ്റെ വിചാരം? നീ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്, കാരണം ഞാൻ ലൂഷിയാണ്. അപ്പോഴാണ് ചങ്ലങ് ഇവന്മാരുടെ കൂട്ടുകാരനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണത്. മര്യാദക്കെല്ലാം വീട്ടിൽ പോയിക്കോ, അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞു കൊടുക്കും ഞാൻ. നീ നല്ല ബോറിംഗ് ആയിട്ടുള്ള പയ്യനാണ്. അങ്ങനെ അവർ ഓരോ കഥകളൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് തിരിക്കണേണ്. ഇവിടെയാണ് നമ്മുടെ ഷായയും അച്ഛനും പടക്കം പൊട്ടിക്കാനുള്ള പരിപാടിയിലാണ്. ഷാ എത്ര കത്തിച്ചിട്ടും പടക്കം കത്തിപ്പിടിക്കണില്ല. അവൾ പെട്ടെന്ന് കത്തിച്ചുകൊണ്ട് ബാക്കിലോട്ട് തിരിയുമ്പോൾ നമ്മുടെ ചങ്ലങ്ങിനെ പോയിടിക്കും. അവനെ കാണുമ്പോൾ തന്നെ അവൾക്ക് ഒരു ക്രഷ് അടിക്കും. ചങ്ലങ്, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കും. അവൾ കുഴപ്പമൊന്നുമില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറയും. അവൻ അതൊന്നും സാരമില്ല എന്ന് പറയും. ഷാ, നീ ഇതുവരെ കത്തിച്ചില്ലേ, ഇങ്ങോട്ട് വാ, നീ ഇത് പിടിക്ക്, ഞാൻ കത്തിച്ചോളാം എന്ന് അച്ഛൻ പറയും. അപ്പോഴേക്കും അങ്ങോട്ട് ലൂഷി വരും. അവനെല്ലാം നോക്കിയിട്ട് പറയും, ഇവിടെ എന്താ പരിപാടി, ഇവിടെ വല്ല കല്യാണം നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇവിടെ പുതിയ താമസക്കാർ വന്ന്, അതിൻ്റെ ആഘോഷമാണ്. അപ്പോഴേക്ക് അച്ഛൻ പടക്കത്തിൽ തീ കൊളുത്തി പടക്കം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഇത് കണ്ട ഉടനെ തന്നെ ഷാ ആണെങ്കിൽ ആ പടക്കം ദൂരോട്ട് എറിയും. പടക്കം വന്ന് വീഴണം നമ്മുടെ ലൂഷിയുടെ ബാക്കിലുമായിട്ട്.
അതവിടെ കിടന്ന് പൊട്ടി തിമിർക്കും. ലൂഷി കിടന്ന് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങും. ഷാ അവിടെ നിന്ന് മാറി നിന്നിട്ട് ഇന്ന് എൻ്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് പറയും. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഷാ ആണെങ്കിൽ ലൂഷിയുടെ വീട്ടിൽ വന്നേക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അതെ, എന്നോടൊന്ന് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അത്. ലൂഷി ഒറ്റ വാക്കിൽ നിന്ന് എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ഷാ ആണെങ്കിൽ സോറി പറയാൻ ലൂഷിയുടെ അടുത്തോട്ട് ചെല്ലും. എൻ്റെ മാറ്റിൽ കാല് കുത്തിപ്പോരുത്. അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യുക, എനിക്ക് സംഭവിച്ചോരെ നിൻ്റെ ബാക്കിൽ ഞാൻ പടക്കം പൊട്ടിക്കുക, ഹാപ്പി അല്ലേ? വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറഞ്ഞ് ലൂഷിയുടെ അച്ഛൻ അങ്ങോട്ട് കയറി വരും. ഷായുടെ അമ്മ പറയും, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ കാരണമല്ലേ ലൂഷിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. ഏയ് അതൊന്നും സാരമില്ല, ഇവനൊരു വികൃതി പയ്യനാ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അച്ഛൻ പറയും. ഞങ്ങൾ കാരണമല്ലേ ഇത് സംഭവിച്ചാൽ, ഇന്ന് ഇത് കുറച്ച് പൈസ ഉണ്ട്, നിങ്ങൾ ഇത് വെച്ചോളൂ എന്നമ്മ പറയും. അച്ഛൻ കാശ് വാങ്ങിക്കില്ല, അതുകൊണ്ട് അമ്മ ലൂഷിയുടെ കയ്യിൽ കാശ് ഏൽപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഷായുടെ വീടാണ് കാണിക്കുന്നത്. അമ്മ, നീ വലുതായി ഇത്തിരി മെച്യൂരിറ്റി കാണിക്കാൻ നോക്ക്, നീ അവിടെ നിന്ന് മാറേ, ഞാൻ ചെയ്തോളാം ഇതൊക്കെ. രാത്രി ഷായും ഫാമിലിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയും, ഇത് നമ്മുടെ ആദ്യത്തെ പ്രാവശ്യമാണ് പുതിയ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജാഷു പറയും, ഇന്നു അമ്മയും അച്ഛനും നല്ലോണം വർക്ക് ചെയ്തില്ലേ, അതുകൊണ്ട് ഞാൻ നല്ലോണം പഠിച്ചിട്ട് ജോലിക്ക് പോണ പൈസ മുഴുവൻ ഞാൻ എൻ്റെ അമ്മക്കും അച്ഛനും തരും. നിൻ്റെ അമ്മയായതിൽ ഞാൻ സന്തോഷിക്കുന്നു ജാഷു. ഇന്നാ എൻ്റെ മോൻ ഈ ചിക്കൻ എടുത്ത് കഴിച്ചോ. ഇത് കാണുമ്പോൾ ഷായ്ക്ക് വിഷമമാവുമെങ്കിലും അച്ഛൻ പെട്ടെന്ന് തന്നെ അവൾക്കും ഒരു ചിക്കൻ പീസ് കൊടുത്ത് അവളെ സമാധാനിപ്പിക്കും. ഷാ, നീ നല്ലോണം പഠിക്കണം കേട്ടോ. ആ അമ്മേ, ഞാൻ നല്ലോണം പഠിക്കാം. അനിയൻകുട്ടനാണെങ്കിൽ, ഞാൻ വലുതായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും വലിയൊരു വീട് വാങ്ങിച്ചു തരും. അങ്ങനെയാണോ? ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ ഷായ്ക്ക് നല്ലോണം ദേഷ്യം കയറുന്നുണ്ട്. പിന്നെ നമ്മൾ ലൂഷീനെയാണ് കാണുന്നത്. അവൻ്റെ അച്ഛനാണെങ്കിൽ അവന് വേണ്ടി ഫുഡ് കൊണ്ടുവരും. എന്തുവാ അച്ഛ, എനിക്ക് പാടില്ല എന്നറിയാലോ, എന്നിട്ടും അച്ഛൻ എന്താ ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നത്? ആ ആൻറ്റി നമുക്ക് കാശ് തന്നില്ല, അതിലെല്ലാം ഫുഡും വാങ്ങിച്ച് കഴിച്ചാലോ? ഇല്ല, തൽക്കാലം നീ ഇത് കഴിച്ചാൽ മതി, ഞാൻ നാളെ ആ കാശ് കൊണ്ടുപോയി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ പോണേണ്. തിരിച്ചു കൊടുക്കാൻ പോണോ? എൻ്റെ ബാക്ക് ഫുള്ള് ഇങ്ങനെ ആക്കിയിട്ട് ആ കാശ് എന്തിനാ തിരിച്ചു കൊടുക്കണത്? ആ കാശ് കിട്ടിയിട്ട് നിനക്കെന്തിനാണ്? ഗെയിം കളിക്കാനല്ലേ? അതിനുശേഷം നമ്മൾ ചങ്ങലങ്ങിനെയാണ് കാണുന്നത്. അവൻ റൂമിലിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ അമ്മ വിളിക്കും. അവൻ അതൊക്കെ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലും. എൻ്റെ മോൻ അങ്ങനെ ആ കോമ്പറ്റീഷനിൽ വിജയിച്ചു, നീ നിൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്. അമ്മയാണെങ്കിൽ അച്ഛൻ്റെ കാര്യം പറഞ്ഞ് ആ ട്രോഫി എടുത്ത് വെക്കുമ്പോൾ ചങ്ങലങ് അച്ഛൻ്റെ ഫോട്ടോയിലോട്ട് നോക്കും. നീ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണോ? ഏയ് ഇല്ല അമ്മ, വാ നമുക്ക് ഫുഡ് കഴിക്കുക. അമ്മ എന്തായാലും ഒരു ജന്മം കൊടുത്തേക്കണം സ്മാർട്ട് സണ്ണിനാണ്, അതുകൊണ്ട് അമ്മക്ക് അഭിമാനിക്കാം. അമ്മക്കറിയോ, ഇന്ന് പുതിയതായിട്ട് വന്ന കൊച്ചില്ലേ, അവളെല്ലാവരും ഇന്ന് പേടിപ്പിച്ചു. ആ ഞാൻ കേട്ടിരുന്നു, പാവം ലൂഷി. മോനെ, ആ റൈസ് കുക്കറിൻ്റെ അടുത്തുനിന്ന് ചോറ് എടുത്തിട്ടൊന്നേ. ചങ്ങലങ്ങ് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് റൈസ് കുക്കറിൻ്റെ അകത്ത് നിന്ന് ചോറെടുക്കാൻ പോയപ്പോൾ അത് വെന്തിട്ടില്ല. അവൻ അപ്പോൾ തന്നെ അമ്മനെ വിളിക്കും. ഇതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, ഇപ്പം എന്തു പറ്റി? അപ്പോൾ ആയിരിക്കും റൈസ് കുക്കറിൻ്റെ പ്ലഗ് കുത്താതിരിക്കണം ശ്രദ്ധിക്കണത്. അയ്യോ, ഞാനെന്ത് മണ്ടിയായിരുന്നു. അവിടെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് ഷായുടെ അമ്മ വേഗം പോയി കിടന്നുറങ്ങാൻ പറയുന്നു. അമ്മേ, ഇവനും എൻ്റെ കൂടെ തന്നെയാണ് കിടക്കുന്നത്, ഇവനെ വേറെ എവിടെയെങ്കിലും പോയി കിടത്തിക്കൂടെ? നീ എന്താ പറയുന്നത് ഷാ, അവൻ നിൻ്റെ ബ്രദറല്ലേ? പിന്നെ ഇവിടെ ആകെ 2 റൂമേ ഉള്ളൂ. ദേ ആ സോഫയെ കൊണ്ടേ കിടത്ത്. ഷാ, മര്യാദക്ക് അവൻ്റെ അടുത്ത് പോയി കിടക്ക്. ചേച്ചി ഇങ്ങോട്ട് വാ, എനിക്ക് ഉറങ്ങാൻ പറ്റാനില്ല, ഒരു കഥ പറഞ്ഞാ. ഇനി നിനക്ക് ഞാൻ സ്റ്റോറി പറഞ്ഞു തന്നോ? പെട്ടെന്ന് ഷായ്ക്കൊരു ബുദ്ധി തോന്നി അവനോട് സ്റ്റോറി പറഞ്ഞു തരാമെന്ന് പറയുന്നു. ഒരിടത്ത് സ്കേറി ബിയർ ലേഡി ഉണ്ടായി. അവൾ മൗണ്ടൻസിൻ്റെ അടുത്തായിരുന്നു ജീവിച്ചിരുന്നത്. ആ ലേഡിയാണെങ്കിൽ പിള്ളേരുടെ ഫിംഗേഴ്സായിരുന്നു തിന്നിരുന്നത്. ആ സമയം ഡോറിൻ്റെ പുറത്ത് ഒരു ഫാറ്റായിട്ടുള്ള കൊച്ച് അതിൽ കൂടെ പാസ് ചെയ്ത്. ആ ലേഡി അവൻ്റെ നെക്കി ഗ്രാബ് ചെയ്തിട്ട് പറഞ്ഞു, ജാഷു എനിക്ക് നിൻ്റെ ഫിംഗേഴ്സ് തരുമോ? കൊച്ച് കേൾക്കേണ്ട താമസം ഒച്ചുണ്ടാക്കിക്കൊണ്ട് അമ്മയുടെ അടുത്തോട്ട് ഓടി. ഷാക്കാണെങ്കിൽ ചിരി നിർത്താൻ കഴിയണുണ്ടായില്ല. ദൈവമേ, ഇവനാണ് എന്നെ ഭാവിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോണ അനിയൻ, എനിക്ക് വയ്യ. അവൾ അതും പറഞ്ഞു കിടന്നു. പിറ്റേ ദിവസം രാവിലെയാണെങ്കിൽ ഷായുടെ അമ്മ അവളുടെ പേരും വിളിച്ചായിരിക്കും റൂമിലോട്ട് കയറി വന്നത്. നീ എഴുന്നേറ്റില്ലേ, ഇന്നാണ് ആദ്യത്തെ ദിവസം സ്കൂളിൽ പോണ. അപ്പോഴാണ് അവൾ ആ കാര്യം ഓർക്കുന്നത്.
അവൾ പെട്ടെന്ന് റെഡിയായിട്ട് സ്കൂളിലോട്ട് ഓടും. അവളുടെ ക്ലാസ് ടീച്ചറാണെങ്കിൽ അവളെ ക്ലാസ് റൂമിലോട്ട് കൊണ്ടുപോവുകയാണ്. പിള്ളേരെല്ലാവരും ഇവൾ പുതിയ സ്റ്റുഡൻ്റ് ആണോ എന്ന് ചർച്ചയിലാണ്. ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്, അപ്പോൾ എല്ലാവരും നല്ലോണം ബിഹേവ് ചെയ്യാൻ നോക്കണം. ഷാ, നീ എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് കയറി വാ. ഇത് നമ്മുടെ പുതിയ ക്ലാസ്മേറ്റ് ആണ്. ഷാ, നീ നിന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്. എൻ്റെ പേര് ഷാ ഷോയിച്ചു. ഹാ, കൈനോ? അങ്ങനെയാണെങ്കിൽ ഇതിനുള്ള എല്ലാവരുടെ പേര് നീ വിളിക്ക്. ഷാ ആണെങ്കിൽ ഓരോ ആൾക്കാരുടെ പേര് വിളിക്കാൻ തുടങ്ങി. ചങ്ലങ്ങിൻ്റെ പേര് വിളിച്ച് അവനെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നത്തെ ഒരു പേര് അവൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടായില്ല. അവൾ ല്യൂട്ടീന്ന് വാങ്ങിക്കും. ക്ലാസ് മുഴുവനും ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ കഥാനായകൻ ജനലിൽ കൂടെ ബാഗും വലിച്ചെറിഞ്ഞ് കയറി വരും. നിനക്കെന്താ എൻ്റെ പേര് വായിക്കാനും കൂടി അറിഞ്ഞൂടെ? ലൂഷി ആണെങ്കിൽ അവൻ്റെ സീറ്റിൽ പോയിരിക്കും. അപ്പോഴേക്കും സാറ് ക്ലാസ്സിൽ വരും. ലൂഷി, നീ മര്യാദക്ക് ക്ലാസ്സിൽ വരണം. ഷാ, ഇനി നീ സീറ്റിൽ പോയിരുന്നോളൂ. ലൂഷി ഷാനെ നോക്കി അൺകൾച്ചർ എന്ന് പറയും. അങ്ങനെ ക്ലാസ്സൊക്കെ അവസാനിച്ച് എല്ലാവരും പോയി കഴിയുമ്പോൾ അപ്പോൾ ഷാൻ്റെ അടുത്തോട്ട് ഒരു കൊച്ചു വരും. അവളായിട്ട് ഷാ ആണെങ്കിൽ നല്ലോണം കമ്പനിയാവും. നമുക്ക് ക്യാൻറ്റീനിൽ പോയാലോ എന്ന് പറഞ്ഞ് ഷാനെ വിളിച്ചുകൊണ്ട് അവൾ അങ്ങോട്ട് ചെല്ലും. പെട്ടെന്ന് ലൂഷി ഷാനെ വലിച്ചിട്ട് ഒരു സ്ഥലത്ത് നീക്കി നിർത്തും. അവൾ അവനെ ഉന്തി മാറ്റും. നിന്നോടൊരു കാര്യം പറയാം. എൻ്റെ മുറിവിനെ കുറിച്ച് ഇവിടെയുള്ള ആരും അറിയാൻ പാടില്ല. ഇല്ല, ഞാനിത് ആരോടും പറയില്ല. ഇനി അഥവാ അറിഞ്ഞാൽ എനിക്ക് തന്നെ അറിഞ്ഞൂടെ ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന്. നീ വിശ്വസിക്കുക, ഞാൻ ആരോടും പറയില്ല. അപ്പോഴേക്ക് താവോ വന്നത് കണ്ട് ലൂഷി അവിടെ നിന്ന് പോകും. നീ അവൻ പറയണതൊന്നും കാര്യമൊക്കെ എടുക്കണ്ട. അങ്ങനെ അവരവിടെ നിന്ന് നടക്കും. ഷാ, നീ ഇങ്ങനെ സ്കൂൾ മാറിപ്പോകുമ്പോൾ നിനക്ക് ഈ സബ്ജക്റ്റിലൊക്കെ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യില്ലേ? ഇല്ല, ഞാൻ നല്ലോണം പഠിക്കണ കുട്ടിയാണ്. പക്ഷെ ക്ലാസ്സിലെത്തുമ്പോഴാണെങ്കിൽ അവൾക്കൊന്നും മനസ്സിലാവാനുണ്ടാവില്ല. അവൾ കിളി പോയ രീതിയിലായിരിക്കും ക്ലാസ്സിലിരിക്കണത്. ലൂഷിയും ഫ്രണ്ടും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് മിസ്സ് പൊക്കും. ലൂഷിനോട് ബോർഡിൽ വന്ന് ആൻസർ ചെയ്യാൻ പറയും. എനിക്കറിഞ്ഞൂടാ മിസ്സേ, നമ്മുടെ പുതിയ സ്റ്റുഡൻറ്റ് ഷാ നല്ലോണം ഫോക്കസ് ചെയ്തിരിപ്പുണ്ട്, അവളോടൊന്ന് ചോദിച്ചു നോക്ക്. ഷാ ആണെങ്കിൽ പെട്ടില്ല എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അവൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് 0 എന്ന് ആൻസർ പറയും. മിസ്സിന് അങ്ങോട്ട് ദേഷ്യം വരും. പിള്ളേരാണെങ്കിൽ ഒടുക്കത്തെ ചിരിയും. ഷായ്ക്കാണെങ്കിൽ മിസ്സിൻ്റെ കയ്യിൽ നിന്ന് വയറ് നിറച്ച് കിട്ടും. അന്നത്തെ യൂണിറ്റ് ടെസ്റ്റിനാണെങ്കിൽ ഷായ്ക്ക് നല്ല മാർക്ക് കുറവുണ്ടാവും. ഓരോ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ഫ്ലോപ്പായി പോവായിരിക്കും. അങ്ങനെ അവൾ വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് അവളോട് എന്നെ പറയും, നീ എന്തിങ്ങനെ സ്റ്റുപ്പിഡായത്? നിനക്കെന്താണ് ഒന്നും പഠിക്കാൻ കഴിയാത്തത്? ആ സമയം വെള്ളം നിറഞ്ഞു പോണത് കണ്ട് ചങ്ലിങ് ടാപ്പ് പൊട്ടും. അപ്പോൾ ആയിരിക്കും ഷാ ചങ്ലിങ്ങിനെ ശ്രദ്ധിക്കുന്നത്. സൂക്ഷിച്ച് ചെയ്, അത് ചൂട് വെള്ളമാണ്. ഷായും ചങ്ലിങ്ങും പെട്ടെന്ന് കമ്പനിയാവും. അല്ല, ഇപ്പം ലൂഷിയുടെ ബാക്ക് എങ്ങനെയുണ്ട്? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവരിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെക്കൻ ഷാനെ ഇടിച്ചിടുമ്പോൾ ഷാൻ്റെ കയ്യിലുണ്ടായില്ല ഹോട്ട് വാട്ടർ ലൂഷിയുടെ ബാക്കിലോട്ട് അങ്ങോട്ട് വീഴും. ലൂഷിയുടെ ബാക്ക് മുഴുവൻ അങ്ങനെ പൊള്ളിപ്പോവും. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. നിന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെയാണല്ലോ എൻ്റെ അവസ്ഥ. അയ്യോ, ഞാൻ പിന്നെയും അവന് പണി കൊടുത്തല്ലോ. അങ്ങനെ ഷാ ചങ്ലങ്ങിൻ്റെ അടുത്തോട്ട് ചെല്ലും. ചങ്ലങ് ആണെങ്കിൽ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണതാണ്. പെട്ടെന്നൊരു കൊട്ടിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ ആ ഗെയിമിങ് സാധനം ഒളിച്ചു വെക്കും. ഷാ ആണെങ്കിൽ ഒരു മരുന്ന് വെച്ചിട്ട് പറയും ഇത് ലൂഷിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ. ചങ്ലങ് പറയും, ഇത് നിനക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്തൂടെ? ഇല്ല, അവൻ എന്നെ കണ്ട ഇത് വാങ്ങിക്കില്ല, നീ തന്നെ കൊടുത്താൽ മതി. ഞാൻ കാരണം അവൻ്റെ ബാക്ക് പൊട്ടിയിരിക്കുകയല്ലേ. എന്താണെന്ന്? ലൂഷിയുടെ ബാക്ക് നീ കാരണം പൊട്ടിയിരുന്നു? അതെങ്ങനെ? ഇത് കേട്ട ലൂഷിയാണെങ്കിൽ കയ്യിലുണ്ടായ ബോൾ അവൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് മിണ്ടാതിരിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ആ ക്ലാസ് മുഴുവൻ അറിയും ലൂഷിയുടെ ബാക്ക് പൊള്ളിയ കാര്യം. അങ്ങനെ വീട്ടിലെത്തിയ ഷാ ആണെങ്കിൽ അവളെ പഴയ ഫോട്ടോസൊക്കെ നോക്കി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവളുടെ അമ്മ പെട്ടെന്ന് കയറി വരും. അവൾ അപ്പം തന്നെ ആ ബുക്ക് പൊതിഞ്ഞു പിടിക്കുമെങ്കിൽ അമ്മ അവളോട് ചോദിക്കും, നീ എന്താ പഠിക്കണില്ലേ? ഈ പാട്ട സാധനം നോക്കിയിരിക്കുകയാണോ? ഇത് പാട്ട സാധനമൊന്നുമല്ല, എനിക്കെൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫെയർവെൽ ഗിഫ്റ്റാണ് അമ്മേ. നീ ഇപ്പോൾ മര്യാദയ്ക്കിരുന്ന് പഠിക്കാൻ നോക്ക്. അപ്പോഴൊക്കെ ജാഷ് ഓടി വന്നിട്ട് പറയും, അമ്മേ, എനിക്കിന്ന് ഫസ്റ്റ് പ്ലേസ് കിട്ടി യൂണിറ്റ് ടെസ്റ്റിന്. നിനക്ക് വേണ്ടി നാളെ ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കി തരാം. അങ്ങനെ അമ്മ അവിടെ നിന്ന് പോകുമ്പോൾ ഷാ ജാഷിനോട് പറയും, ചെക്ക മര്യാദയ്ക്ക് നിന്നോളാം, നിന്നെ ഞാൻ എത്ര നാളായി വാൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. നീ പഠിക്കാത്ത എൻ്റെ കുറ്റമല്ല എന്ന് പറഞ്ഞ് ജാഷു അങ്ങോട്ട് പോകും. ഷാ പറയും, നീ കാരണമാണ് എനിക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കേണ്ടി വന്നത്, മര്യാദയ്ക്ക് അവിടെ മിണ്ടാതെ ഇരുന്നോളണം. അങ്ങനെ ജാഷുവിൻ്റെ കച്ച് പുറത്ത സാധനം
ഷാൻ്റെ ബെഡിൻ്റെ അടിയിൽ പോകുമ്പോൾ ജാഷു ആണെങ്കിൽ അത് എടുക്കാൻ ബെഡിൻ്റെ അടിയിലോട്ട് പോകും. പക്ഷേ ഇതൊന്നും ഷാ അറിയുന്നുണ്ടാവില്ല. ജാഷു ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി നിരങ്ങി പോയിട്ടും കച്ചെടുക്കാൻ കഴിയില്ല. അങ്ങനെ അവൻ ഷായുടെ ഷൂസ് കാണും. അതും വെച്ച് തോണ്ടിയെടുക്കുമ്പോൾ അവിടെ ഉണ്ടായ ആണിയിൽ ഷായുടെ ഷൂസ് കുടുങ്ങി കീറിപ്പോവും. ജാഷുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അവനാണെങ്കിൽ അവിടെ ഉണ്ടായ ഒരു ടേപ്പ് എടുത്തിട്ട് തൽക്കാലത്തേക്ക് അത് ഒട്ടിച്ചു വെക്കും. പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ ഷാ പെട്ടെന്ന് തന്നെ സ്കൂളിലോട്ട് നടന്നുകൊണ്ടിരിക്കണേന്. ടൈം ആണെങ്കിൽ ലേറ്റ് ആയതുകൊണ്ട് അവൾ പെട്ടെന്ന് ഓടും. അതുകൊണ്ട് തന്നെ അവൾ വീഴുമ്പോഴാണെങ്കിൽ കീറിയ ഷൂ ഒന്നും കൂടി കീറുമ്പോൾ ലൂഷി അത് കാണും. അവനാണെങ്കിൽ അവളിട്ട് ട്രോളാൻ തുടങ്ങും. എന്താണ് നിനക്ക് ഈ ഷൂ മാത്രം കിട്ടുള്ളൂ, കീറിപ്പറഞ്ഞ ഷൂ? ഇതൊക്കെ കേട്ട് ചങ്ലേങ് അവിടെ നിൽപ്പുണ്ടായി. അവൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടി വന്നിട്ട് ലൂഷിനെ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ നോക്കും. ലൂഷി, നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം, ലേറ്റ് ആവാറായി. അവൾ ഇഞ്ചുറി ആയിട്ടിരിക്കണേണ്, നീ ക്ലാസ്സിലോട്ട് പോയി, ഞാൻ അവളെ കൊണ്ട് വന്നോളാം. വീണ് കിടക്കുന്ന ഷായെ ആണെങ്കിൽ ചങ്ലേങ് അവൻ്റെ കൈ കൊടുത്ത് സഹായിക്കും. ഇവിടം വെച്ച് എപ്പിസോഡ് 1 തീരുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.